അപ്പൊ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് എന്നാ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിംഗ് നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിംഗ് പറ. ഹായ് ഗൈസ്, ഹായ് ഗൈസ്, ഹായ് ഗൈസ്. അടുത്തതായിട്ട് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കാണാൻ തുടങ്ങാം കേട്ടോ. ഈ ഒരു ഫസ്റ്റ് ഗിഫ്റ്റ് എൻ്റെ അമ്മേൻ്റെയാണ്. അമ്മ ബർത്ത്ഡേക്ക് മുന്നേ വന്നു കേട്ടോ. വളയാണ് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സമയത്ത് എസക്കുട്ടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ആളിങ്ങനെ ഇടാനൊന്നും സമ്മതിക്കില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ ബ്രദറാണ് ഇത്. ഒരു കമ്മലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എസക്കുട്ടിയുടെ കാത് ഇതുവരെ കുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഗിഫ്റ്റ് വന്നിട്ട് നമ്മുടെ പാർക്കിലൊക്കെ കാണുന്നില്ലേ, ഇത് അമ്മയാണ് കേട്ടോ. എൻ്റെ അമ്മയാണ് കൊടുത്തിട്ടുള്ളത്. ഊരിക്കളിക്കുന്നതും പിന്നെ നമ്മുടെ ഊഞ്ഞാലൊക്കെ ആയിട്ടുള്ളത്. പിന്നെ ഇത്രയും വണ്ടികൾ കിട്ടുന്നതുകൊണ്ട് തന്നെ അമ്മേനോട് പറഞ്ഞു വണ്ടി വാങ്ങണ്ട എന്നുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു കാറ് വന്നിട്ട് ഹസ്ബൻഡിൻ്റെ വേറൊരു ബ്രദറാണ്. അപ്പുറത്തത് അവൻ്റെ ഫ്രണ്ട്സാണ്. അതിൻ്റെ അപ്പുറത്തത് മാമി. ഇപ്പുറത്തെ പച്ചക്കുതിര ഏട്ടൻ്റെ മൂത്തച്ഛൻ്റെ മോനാണേ. അപ്പുറത്തത് മാമൻ. അപ്പോൾ ഇത്രയും ആണ് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ബാക്കിയുള്ള ഗിഫ്റ്റൊക്കെ കാണാം കേട്ടോ. ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷനല്ലേ ഈ ഗിഫ്റ്റ് പൊട്ടിക്കാനാന്ന് തോന്നുന്നു ആഗ്രഹം. സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും എസക്കുട്ടിക്കാണെങ്കിൽ എസക്കുട്ടിൻ്റെ മൈൻഡാക്കാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട്. അപ്പം നമ്മൾ കുറച്ച് സമയം ആളെ കളിപ്പിച്ച് ഇത് നമ്മളുടെ ഇവരെ ഗിഫ്റ്റ്, നമ്മളുടെ 5 പേരുടെ ഗിഫ്റ്റാണ്. സർപ്രൈസ് ഗിഫ്റ്റ് ഫ്രം പഞ്ചാബി പൊടി. ആ ഒരു ഗിഫ്റ്റിൻ്റെ വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ. അപ്പോഴത്തേക്ക് എസ വന്നിട്ട് എന്തോ ചെയ്തു. ഈ ഒരു ക്യൂട്ടായിട്ടുള്ള പട്ടിക്കുട്ടി നല്ല രസമുണ്ട് ഇത് കാണാൻ. പിന്നെ ഒരു ലവും ഒരു ബോ കൂടിയുണ്ട് എസക്ക്. അപ്പോൾ ഇത്രയാണ് ആ ഗിഫ്റ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. പിന്നെ നമ്മുടെ ഡ്രസ്സ് ഓരോന്ന് കാണിക്കാന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. കാരണം ഒരുപാട് എനിക്ക് തോന്നുന്നു ഞാൻ എണ്ണി നോക്കി ഒരു 60 സംതിങ് ഡ്രസ്സസ് കിട്ടിയിട്ടുണ്ട്. അത്രയും ഡ്രസ്സസ് നമുക്ക് ഓരോന്ന് കാണിക്കുക എന്ന് പറഞ്ഞാൽ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് എനിക്ക് ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട കുറേ ഡ്രസ്സുകളുണ്ട്. എല്ലാം എനിക്കിഷ്ടമായി. കാരണം ഓരോരുത്തർ ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഇഷ്ടമില്ലാണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാ ഡ്രസ്സസും ഇഷ്ടമാണ്. പക്ഷെ അതിൽ കുറച്ച് ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പം എസക്കുട്ടിക്കാണെങ്കിൽ എനിക്ക് തോന്നി ഇനി അങ്ങോട്ടേക്ക് ഡ്രസ്സേ എടുക്കേണ്ടി വരില്ല, അത്രയും ഡ്രസ്സസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ചെറിയ സെലിബ്രേഷൻ ആയതുകൊണ്ട് ഞാൻ ഇത്രയും ഡ്രസ്സുകളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പം എല്ലാം നല്ല ക്യൂട്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്.
ഇതിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരെന്ത് തന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. കുറേ ഡ്രസ്സുകളുണ്ട്, ഇത് ആരാ തന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. എല്ലാം ഇങ്ങനെ കൊണ്ടുതരും. പിന്നെ അത് ശ്രദ്ധിക്കാൻ നമുക്ക് അന്നേരം ടൈം ഉണ്ടാവില്ല. ഡ്രസ്സ് വന്നിട്ട് നമുക്ക് അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ്. പിന്നെ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ച് പറഞ്ഞു കേട്ടോ, ഇത് ഞാനന്ന് തന്നത് ഡ്രസ്സ് കൊണ്ടോ നമുക്ക് ഇഷ്ടമാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിന്. അപ്പം അങ്ങനെ തന്നത് മാത്രം അറിയാം, അല്ലാണ്ട് തന്നതൊന്നും അങ്ങനെ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അതാണ് ഒരു പ്രശ്നം. ഇതാണ് ഫ്രോക്സ് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ബോക്സ് ഉണ്ടല്ലോ. ചോക്ലേറ്റ് ഉണ്ട് ഒരു ക്യൂട്ട്. എടാ എസ് ഇങ്ങോട്ട് എടുക്ക്, എസ് ഇങ്ങോട്ട് വാ, എസ് ഇങ്ങോട്ട്. അച്ഛ പിടിക്കുന്നത്, അച്ഛ 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 എസിന്റെ അച്ഛ പിടിക്കുന്നത് നല്ല സുണ്ടല്ലേ. ഇതാരും എല്ലാ ഇതും കഴിഞ്ഞ എല്ലാം നോക്കിയാണേ. ഓരോ കവറും ഈ മോഡൽ ഇങ്ങനെയല്ല, പക്ഷെ ഒരിക്കലും പിന്നെ നമ്മുടെ ഈ 2 ക്യൂട്ട് ഫ്രെയിംസ് ആണ്. ഇതിലൊന്ന് വന്നിട്ട് ഗിഫ്റ്റ് കിട്ടിയതാണ്, നന്ദ ഹൃദയ എൻ്റെ അമ്മ തന്നതാണ് കേട്ടോ. പിന്നെ സെക്കൻഡ് വണ്ണ് വന്നിട്ടുള്ളത് ഞാൻ തന്നെ ചെയ്യിപ്പിച്ചതാണ് എസ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.